സംസ്ഥാനത്ത് കൊടുംചൂടിന് ശമനമില്ല എന്നതാണ് സങ്കടകരമായ കഷ്ട സാഹചര്യം. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് അത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. വയനാടും ഇടുക്കിയും ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ്. ഈ മാസം 30 വരെ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. ഷഫീദ് റാവുത്തർ, ലാൽകൃഷ്ണ, ദീപക് ധർമ്മടൊന്നൂർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഓരോരോ മേഖലകളിലെ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഷഫീദിലേക്ക് പോകുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കട്ട ചൂടാണ്. കട്ട ചൂടെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത ചൂട്. പുറത്തിറങ്ങിയാൽ പൊള്ളുന്ന പോലെ, പൊള്ളുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, പൊള്ളുന്ന പോലെ ചൂട്. ഇപ്പോൾ സൂര്യാതപം എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പൊള്ളലുമാണ്. നിർജ്ജലീകരണം, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയായിരുന്നു. ഇതുവരെ നമ്മൾ പൂരത്തിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇല്ലാത്ത രീതിയിലുള്ള നമുക്ക് ചൂട് അവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കട്ട ചൂടാണ്. ചൂടിന് എപ്പോൾ ശമനം, എപ്പോൾ ഒരു മഴ, എന്താണ് വിവരങ്ങൾ? ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഹഷ്മി, അമൃത, വെരി ഗുഡ് മോർണിംഗ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതുപോലെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ചൂടിന്റെ കാര്യത്തിൽ ആശ്വസിക്കാൻ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ കാലാവസ്ഥാ വകുപ്പിൽ നിന്നുണ്ട് എന്ന് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. ഇന്നലെ ചിലയിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട മഴ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു വേനൽ മഴ എന്നുള്ള ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കൊന്നും കാലാവസ്ഥാ വകുപ്പ് എത്തിയിട്ടില്ല. അവർ പറയുന്നതനുസരിച്ച് നാളെ മുതൽ വ്യാഴാഴ്ച വരെ കനത്ത വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ അത് നമുക്കുണ്ടാക്കുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ, ചില അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ചൂട് ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒടുവിലത്തെയും അപ്ഡേഷനിൽ പറയുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. നിലവിൽ ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി വീണ്ടും ചില മുൻകരുതലുകൾ, അതേപോലെ ജാഗ്രത നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത്. ഏതായാലും വേനൽ മഴ നാളെ മുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അത് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും അത് ലഭിച്ചാൽ ഈ ചൂടിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകും. അതേസമയം വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം വലിയ പ്രതിസന്ധി അത് നിലനിൽക്കുന്നുണ്ട്. അതിന് സമാന്തര മാർഗം കാണാനുള്ള ചില നീക്കങ്ങൾ അത് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ആ രീതിയിൽ ഈ ചൂട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ വൈദ്യുതി പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ അതും സാധാരണ മനുഷ്യരെ വലയ്ക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.